റീപ്രൊഡക്ഷൻ ഇൻ ഓർഗനിസംസ് എന്ന ലെസൺ അതിലെ ഫോക്കൽ പോയിൻറ്റ്സ് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമതായി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഓർഗനിസം ഫ്രം എ സിംഗിൾ പാരൻറ്റ് ആൻഡ് ദ ഓഫ്സ്പ്രിംഗ് വി കോൾ ആസ് ക്ലോൺസ്. സെക്സ് സെൽസ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദി റീപ്രൊഡക്ഷൻ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് താഴെ പറയുന്നവയാണ്. സെൽ ഡിവിഷൻ പ്രോട്ടിസ്റ്റുകളിലും മോണിറൻസിലും ധാരാളമായി സംഭവിക്കുന്നു. ബൈനറി ഫിഷൻ അമീബ, പരമീസിയം, യൂഗ്ലീന, പ്ലാനേറിയ തുടങ്ങിയ ജീവികളിൽ. ബഡ്ഡിംഗ് ഈസ്റ്റ്, ഹൈഡ്ര തുടങ്ങിയ ജീവികളിൽ. അമീബ തുടങ്ങിയ ജീവികളിലുള്ള എൻസിസ്റ്റേഷൻ തുടർന്ന് സ്പോറുലേഷൻ പ്രോസസ്. ഫ്രാഗ്മെൻറ്റേഷൻ ശരീരഭാഗങ്ങൾ മുറിഞ്ഞു പോയിട്ട് പുതിയ ജീവിയായിത്തീരുന്ന രീതി ഹൈഡ്രയിൽ. ക്ലാമിഡമോണസ്, പഞ്ചൈ തുടങ്ങിയ ജീവികളിലുള്ള സൂസ്പോർ ഫോർമേഷൻ. പെനിസിലിയത്തിലുള്ള കൊണീഡിയ ഫോർമേഷൻ. ജെമ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോഞ്ചസ്. എന്നിങ്ങനെ വിവിധ തരത്തിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡുകൾ ഉണ്ട്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ വളരെ നന്നായി പരിചയപ്പെട്ട് മനസ്സിലാക്കി വയ്ക്കുക. ബഡ്ഡിംഗ് ഈസ്റ്റിലും ഹൈഡ്രയിലും നടക്കുന്ന രീതി കാണിക്കുന്ന പടമാണിത്. സൂസ്പോൾസ്, കൊണീഡിയ, ജെമ്യൂൾസ് തുടങ്ങിയവയുടെ ചിത്രങ്ങൾ. ഹയർ പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നു. കാരണം വെജിറ്റേറ്റീവ് പാർട്സ് ആണ് ഇവയുടെ അടുത്ത തലമുറ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ശരീരഭാഗങ്ങൾ. ഈ ശരീരഭാഗങ്ങളെ വെജിറ്റേറ്റീവ് പാർട്സ് ആയതുകൊണ്ട് തന്നെ അവയെ വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾസ് എന്ന് വിളിക്കുന്നു. വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾസ് വഴി പ്രൊപ്പഗേഷൻ നടത്തുന്നതിന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നു. അതല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നു. വിവിധ തരത്തിലുള്ള വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾസ് ഏതാണെന്നും അവയുടെ എക്സാമ്പിളുകളും നോക്കാം. റണ്ണർ ആയിട്ട് ഗ്രാസുകളിലും സെൻറ്റല, ഓക്സാലിസ് പോലെയുള്ള സസ്യങ്ങളിലും സാധാരണ കാണുന്ന വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂളാണ്. റൈസോം ജിഞ്ചർ, ടെർമറിക്, ബനാന തുടങ്ങിയ ചെടികളിലുണ്ട്. സ്റ്റെം ട്യൂബർ പൊട്ടറ്റോ. അടുത്തത് ഓപ്സെറ്റ് വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ ഐക്കോർണിയ, പിസ്റ്റിയ തുടങ്ങിയ പ്ലാന്റ്സിൽ. ബൾബ് ഒനിയൻ, ഗാർലിക്. ബൾബിൽ അഗേവ് തുടങ്ങിയ ചെടികളിൽ. ലീഫ് ബഡ് വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂളായി ബ്രയോഫില്ലത്തിൽ കാണുന്നു. ഇത് പിസ്റ്റിയ പ്ലാന്റാണ്. ഓപ്സെറ്റിനുള്ള മറ്റൊരു ഉദാഹരണം. വിവിധ വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾസ് കാണിക്കുന്ന ഈ ചിത്രങ്ങൾ വളരെ നന്നായി പരിചയപ്പെട്ടു വയ്ക്കുക. അടുത്ത ഫോക്കൽ ഏരിയ. ഇവൻറ്റ്സ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആർ ദെയർ. ഇതിൽ പ്രീ ഫെർട്ടിലൈസേഷനിൽ ഗ്യാമിറ്റോജെനസിസ്, ഗ്യാമീറ്റ് ട്രാൻസ്ഫർ എന്നിവയുണ്ട്. ഫെർട്ടിലൈസേഷനിൽ സിംഗാമി വഴി സൈഗോട്ട് ഉണ്ടാകുന്നു. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ സൈഗോട്ട് വളർന്ന് എംബ്രിയോ ആയി മാറുന്നു. ഫോക്കൽ ഏരിയ ഗ്യാമിറ്റോജെനസിസ്. ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ് ഈസ് കോൾഡ് ഗ്യാമിറ്റോജെനസിസ്. രണ്ട് തരം ഗ്യാമേറ്റ്സ് ഉണ്ടാകുന്നു. ഹോമോഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ ഐസോഗ്യാമേറ്റ്സ്, ഹെറ്ററോഗ്യാമേറ്റ്സ്. ഹോമോഗ്യാമേറ്റ്സ് ഹെറ്ററോഗ്യാമേറ്റ്സും വിവിധ ഓർഗാനിസങ്ങളിൽ വിവിധ തരത്തിലാണുള്ളത്. ലോവർ ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസങ്ങളിൽ ഹോമോഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ ഐസോഗ്യാമേറ്റ്സ് പൊതുവെ പോപ്പുലറാണ്. അതേപോലെ അനൈസോഗാമി കാണിക്കുന്ന ലോവർ ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. കൂടാതെ ഊഗാമി കാണിക്കുന്ന ഹയർ ഓർഗാനിസങ്ങളിൽ ഹെറ്ററോഗ്യാമേറ്റ്സിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് രൂപങ്ങളായിട്ടുള്ള സ്പേംസും ഓവയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫ്യൂഷൻ ഓഫ് ഐസോഗ്യാമേറ്റ്സ് ഈസ് കോൾഡ് ഐസോഗാമി. ഫ്യൂഷൻ ഓഫ് അനൈസോഗ്യാമേറ്റ്സ് ഈസ് കോൾഡ് അനൈസോഗാമി. ഫ്യൂഷൻ ഓഫ് അഡ്വാൻസ്ഡ് ഫോംസ് ഓഫ് gametes like sperms and ova is called oogami. So during fertilization the gametes are being fused. Based on the medium at which the fusion occurs, fertilization is of two types: external fertilization and internal fertilization.
In external fertilization, the gametes are fused out of the body of both the parents. Like the examples are fishes, amphibians, etc. In these organisms, the gametes are getting fused in the medium of water. In the internal fertilization process, the fertilization is occurring, that is, the fusion of gametes is occurring inside the body of female. The eggs formed and the development of young ones is more secure in internal fertilization than the external fertilization. Internal fertilization ഉദാഹരണങ്ങളാണ് ഫംഗസ്, റെപ്റ്റൈൽസ്, ബേഡ്സ്, മാമൽസ്, ബ്രയോഫൈറ്റ്സ്, ടെട്രോഫൈറ്റ്സ്, ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെംസ്. ഹയർ സെക്കൻഡറി ബയോളജി എക്സാമിനേഷൻസിൽ മുൻ വർഷങ്ങളിൽ ഈ ലെസണിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇനി. പല ചോദ്യങ്ങളും റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ആ റിപ്പീറ്റേഷൻ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. മിക്കപ്പോഴും ചോദിക്കുന്നത് ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വളരെ നന്നായി മനസ്സിലാക്കി വയ്ക്കുക, നന്നായി പ്രയോജനപ്പെടും. ആദ്യത്തെ ചോദ്യം. ബൈ ഒബ്സർവിങ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദി ഫസ്റ്റ്, fill in the blanks. A. Unisexual male flower, it is staminate. Unisexual female flower, dash, pistillate flower. Question B. Organisms tolerating a wide range of temperature. Eurythermal organisms. Organisms tolerating a narrow range of temperature is dash. Answer is stenothermal organisms. Write the asexual reproductive structures given in diagrams A, B, C and D. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ പടങ്ങൾ വളരെ നന്നായിട്ട് പരിചയപ്പെടണം. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ എഴുതുന്നതിന് വളരെയധികം സഹായിക്കും. ഇവിടുത്തെ ഉത്തരങ്ങൾ: ക്ലാമിഡോമോണസിൻ്റെ സൂസ്പോൾസ്, പെനിസിലിയത്തിൻ്റെ കൊണീഡിയ, ഹൈഡ്രയുടെ ബഡ്ഡിംഗ്, സ്പോഞ്ചിൻ്റെ ജെമ്യൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദി കോളം എ ആൻഡ് ബി. എ കോളം റൈസോം, ബൾബിൽ, ഓപ്സെറ്റ്, ലീഫ് ബഡ്സ്. ബി കോളം അഗേവ്, വാട്ടർ ഹയാസിന്ത്, ജിഞ്ചർ, പൊട്ടറ്റോ, ബ്രയോഫിലം. ഉത്തരം: റൈസോം, ജിഞ്ചർ, ബൾബിൽ, അഗേവ്, ഓപ്സെറ്റ്, വാട്ടർ ഹയാസിന്ത്, ലീഫ് ബഡ്സ്, ബ്രയോഫിലം. വിവിധ സമയങ്ങളിൽ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണിവ. ഇവ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ചോദ്യങ്ങളാണ്. മറ്റൊരു ചോദ്യം നോക്കൂ. സെലക്ട് ദി വൺ വിച്ച് ഈസ് നോട്ട് ഹെൽപ്പിംഗ് വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷന് സഹായിക്കാത്ത, വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾ അല്ലാത്ത ഐറ്റം ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ ബൾബ്, ക്ലോൺ, അഡ്വെൻറ്റീഷ്യസ് ബഡ്, ഐസ് ഓഫ് പൊട്ടറ്റോ. ഇതിൽ ബൾബ്, ബഡ്സ്, ഐസ് ഓഫ് പൊട്ടറ്റോ എന്നിവ വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂളായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓഡ് വൺ ഈസ് ക്ലോൺ. ചെറിയൊരു വ്യത്യാസത്തോടെ മറ്റൊരു മാച്ച് ദ ഫോളോയിങ്. എ ബൾബിൽ, ഓപ്സെറ്റ്, ജെമ്യൂൾസ്, ലീഫ് ബഡ്സ്. ദി പെയേഴ്സ് ആർ ബൾബോഫിലം, സ്പോഞ്ച്, വാട്ടർ ഹയാസിന്ത് ആൻഡ് അഗേവ്. ഇത്തരത്തിലുള്ള ഒരേപോലെയുള്ള ചോദ്യങ്ങളുടെ ആവർത്തിച്ച് കടന്നു പോകുമ്പോൾ കൂടുതൽ സമയം ഈ ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഉത്തരം: ബൾബിൽ, അഗേവ്, ഓപ്സെറ്റ്, വാട്ടർ ഹയാസിന്ത്, ജെമ്യൂൾസ്, സ്പോഞ്ച് ആൻഡ് ലീഫ് ബഡ്സ്, ബ്രയോഫിലം. ഒറ്റയാനെ കണ്ടെത്താനുള്ള മറ്റൊരു ചോദ്യം. ചൂസ് ദി കറക്റ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾ? ബൾബിൽ, പിക്ചർ, ഓപ്സെറ്റ്, ട്യൂബർ. ഇതിൽ ബൾബിൽ, ഓപ്സെറ്റ്, ട്യൂബർ എന്നിവ വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾസ് ആണ് എന്ന് നമുക്കറിയാം. ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് ആയിട്ടുള്ള പിക്ചർ പ്ലാന്റിൻ്റെ ലീഫ് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിട്ടുള്ള അവയവമാണ് പിക്ചർ. സോ ഈ ചോദ്യത്തിന് ഉത്തരം പിക്ചർ. അടുത്ത ചോദ്യം നോക്കൂ. ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ദി അസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഈ പടം നമുക്ക് വളരെ സുപരിചിതമാണ്. ഇത് സ്പോഞ്ച് എന്ന ജീവിയുടെ ജെമ്യൂളാണ്. അടുത്തത്. ചൂസ് ദി കറക്റ്റ് ആൻസർ.
Bulbil is the vegetative propagule in onion, ginger, bryophyllum and agave. ഉത്തരം അഗേവ്. അഗേവ് എന്ന ചെടിയാണ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ്. എ പെനിസിലിയം കൊണീഡിയ, അങ്ങനെയാണെങ്കിൽ സ്പോഞ്ച് ഡാഷ്. നമുക്കറിയാം ഉത്തരം ജെമ്മ്യൂൾ. ബി ക്വസ്റ്റ്യൻ, ഡാഷ് ബൈസെക്ഷൽ കോക്രോച്ച് യൂണിസെക്ഷൽ. മെയിൽ ഫീമെയിൽ സെക്ഷൽ ഓർഗൻസ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയുടെ പേരാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. എർത്തുവേം ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ബൈസെക്ഷൽ ഓർഗനിസം. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ജിഞ്ചർ റൈസോം, അഗേവ് ഡാഷ്. നമുക്കറിയാം ബൾബിൽ. ഇവിടെ കൊടുത്തിട്ടുള്ള പടങ്ങൾ ശ്രദ്ധിച്ചാൽ അഗേവിൻ്റെ ആ പ്ലാന്റിൻ്റെ നടുവിൽ നിന്ന് വളരെ വലിയ ഒരു തണ്ട് മുകളിലേക്ക് വളർന്ന് അതിന്മേലാണ് ധാരാളം ബൾബിലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇടതുവശത്തെ പടം ശ്രദ്ധിച്ചാൽ ബൾബിൽസിൻ്റെ കൂട്ടം കാണാം. അതേ രീതിയിലുള്ള മറ്റൊരു ചോദ്യം, ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ്. റൈസോം ജിഞ്ചർ, ബൾബിൽ ഡാഷ്. വി നോ ദാറ്റ് ഇറ്റ് ഈസ് അഗേവ്. ദെൻ ബി ക്വസ്റ്റ്യൻ, മൊണീഷ്യസ് പ്ലാന്റ് കുക്കുർബിറ്റ, ഡൈഷ്യസ് പ്ലാന്റ് ഡാഷ്. മൊണീഷ്യസ് എന്നാൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരേ ചെടിയിൽ തന്നെ കാണുമ്പോൾ പറയുന്ന പേരാണ് മൊണീഷ്യസ്. എന്നാൽ മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും വെവ്വേറെ കാണുന്ന അവസ്ഥയാണ് ഡൈഷ്യസ് കണ്ടീഷൻ. അങ്ങനെയുള്ള ഒരു ചെടിയുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ കൊടുക്കുന്നു. ഒന്ന് പപ്പയ, മെയിൽ ഫീമെയിൽ പ്ലാന്റ് വേറെ വേറെയാണ്. പിന്നീട് ജാതി നട്ട്മഗ് പ്ലാന്റ്, അവിടെയും മെയിൽ ഫീമെയിൽ പ്ലാന്റ്സ് വെവ്വേറെ കാണാവുന്നതാണ്. അടുത്ത ചോദ്യം, അറേഞ്ച് ദി ഫോളോയിങ് പ്രോസസ്സസ് ഇൻ കറക്റ്റ് ഓർഡർ. ദി വേർഡ്സ് ആർ എംബ്രിയോജെനസിസ്, ഗാമിറ്റോജെനസിസ്, സൈഗോട്ട്, ഫെർട്ടിലൈസേഷൻ, ഗാമിറ്റ് ട്രാൻസ്ഫർ. ഇത് പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് സീരീസിൽ എഴുതാനായിട്ട് തന്നിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ ഓർഡറിൽ എഴുതുക. ഉത്തരം, ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്ന പ്രോസസ്സ് ഗ്യാമിറ്റോജെനസിസ്. ഈ ഗ്യാമീറ്റ്സ് യൂണിയൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. പിന്നീട് അതിൻ്റെ യൂണിയൻ, ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് സൈഗോട്ട്. സൈഗോട്ട് വളർന്ന് എംബ്രിയോ ഉണ്ടാകുന്ന പ്രോസസ്സ് എംബ്രിയോജെനസിസ്. ഈ ഓർഡർ തെറ്റാതെ മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, സ്റ്റഡി ദി റിലേഷൻ ഓഫ് ദി ഗിവൺ പെയർ ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ്. എ ബഡ് ഹൈഡ്ര, അങ്ങനെയാണെങ്കിൽ ഡാഷ് പെനിസിലിയം. വി നോ ദാറ്റ് ഇറ്റ് ഈസ് കൊണീഡിയ. ബി ആൽഗെ സൂസ്പോൾസ്, ക്ലാമിഡോമോണസിൻ്റെ സൂസ്പോളാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്പോഞ്ചസ് ജെമ്മ്യൂൾ. സി മൊണീഷ്യസ് പാം, കോക്കനട്ട്, അങ്ങനെയാണെങ്കിൽ ഡൈഷ്യസ് പാം. ആൻസർ ഈസ് ഡേറ്റ് പാം. ഡി ക്വസ്റ്റ്യൻ, പ്രൈമേറ്റ്സ് മെൻസ്ട്രുവൽ സൈക്കിൾ, നോൺ പ്രൈമേറ്റ്സ് ഈസ്ട്രസ് സൈക്കിൾ. ആൻഡ് ഇ യൂണിസെക്ഷൽ മെയിൽ സ്റ്റാമിനേറ്റ്, യൂണിസെക്ഷൽ ഫീമെയിൽ പിസ്റ്റിലേറ്റ്. ഈ ടെക്നിക്കൽ ടേംസും ഉദാഹരണങ്ങളും വളരെ നന്നായി മനസ്സിലാക്കി വയ്ക്കണം. സബ്സ്റ്റാൻഷിയേറ്റ് ദി അപ്രോപ്രിയേറ്റ് നെയിംസ് ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ്. നമുക്കേറെ പരിചയമുള്ള പടങ്ങളാണ്. എ ഈസ് ബൾബിൽ ഓഫ് അഗേവ്, ബി ഈസ് ലീഫ് ബഡ്സ് ഓഫ് ബ്രയോഫിലം. സിമിലർ ആയിട്ടുള്ള മറ്റൊരു മാച്ച് ദ ഫോളോയിങ്. കോളം എ ക്ലാമിഡോമോണസ്, കൊണീഡിയ, സ്പോഞ്ച്, ഹൈഡ്ര. കോളം ബി ജെമ്മ്യൂൾ, സൂസ്പോർ, ബൾബിൽ, പെനിസിലിയം ആൻഡ് ബഡ്സ്. ഉത്തരം ക്ലാമിഡോമോണസ് സൂസ്പോൾസ്, കൊണീഡിയ പെനിസിലിയം, സ്പോഞ്ച് ജെമ്മ്യൂൾ ആൻഡ് ഹൈഡ്ര ബഡ്ഡിംഗ്. അടുത്ത ചോദ്യം, ദി പ്ലാന്റ് ഇൻ വിച്ച് adventitious buds along the margins of the leaves give rise to new plants is water hyacinth, agave, bryophyllum and dahlia. Answer is bryophyllum. അടുത്ത ചോദ്യം,
Find the odd one and give reason. A. Rhizome, sucker, gemmule, offset. Answer. Gemmule is asexual reproductive structure of sponges. All others are vegetative propagules of angiosperms. B question. Zoospore, buds, conidia, tuber. Answer. Tuber is a vegetative propagule. All others are asexual reproductive structures of lower organisms. Next question. Match the following asexual reproductive methods or structures with the respective organisms. Answer. Binary fission, amoeba, buds, hydra, zoospore, chlamydomonas, conidia, penicillium, and gemmules, sponges. Next question. What is bulbil? A branch or offshoot detached from parental plant, falls on the soil and grows into a new plant. Example, agave. Define external fertilization. Mention its disadvantages. Answer. Fertilization occurring in external medium like water is known as external fertilization. Disadvantages. A large number of eggs and sperms should be produced. In external fertilization, the chances of fertilization are less. Limited number of offsprings are attaining adulthood because most of them are vulnerable to predators. Another question. Differentiate between zoospore and zygote. രണ്ട് കോളങ്ങളിലായി ഉത്തരം എഴുതാം. ഒന്നാമത്തെ കോളം zoospores, mostly motile and asexual reproductive unit. Zoospores are haploid. Column B, zygote. Zygote is non-motile and it is formed by the fusion of male and female gametes. Due to fertilization, zygote is diploid. Another question. Differentiate gametogenesis from embryogenesis. Gametogenesis. It is the process of formation of gametes. Meiosis occurs in meiocytes to produce haploid gametes. Embryogenesis. It is the process of development of embryo from zygote. It occurs through mitotic divisions in the diploid zygote to produce diploid organisms. 1. Morphologically and genetically identical offspring. Answer. Clones. 2. Plants which vegetatively propagated by adventitious leaf buds. Answer. Bryophyllum. Number 3. Cells which produce gametes in diploid organism. As meiosis is occurring in these cells, we call them as meiocytes. നാലാമത്തെ ചോദ്യം. Asexual reproductive bodies produced by sponges. Answer. Gemmules. 5. Thick wall of fruit is known as dash. Answer. Pericarp. Fill in the blanks by observing the given relationship. 1. Zygote, embryo, ovary, dash, fruit. Amoeba, binary fission. Hydra, dash, budding. Penicillium, conidia, chlamydomonas, dash, zoospores. Eichhornia, offset, dash, leaf buds. Bryophyllum. Agave, bulbils. Onion, dash, bulb. Mammals, vivipary. Reptiles, dash, ovipary. Non-primates, estrus cycle. Primates, dash, menstrual cycle. ഈ കോമ്പിനേഷനിലുള്ള ഫില്ലപ്പ് ദി ബ്ലാങ്ക്സ് നിരവധി റിപ്പീറ്റഡ് ആയിട്ട് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. നെയിം ദി യൂണിറ്റ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ വാട്ടർ ഹയാസിന്ത്. എക്സ്പ്ലെയിൻ ഗിവിംഗ് റീസൺസ് why it has become the most invasive aquatic weed. Answer is offset in water hyacinth. The plant propagates vegetatively. It is very difficult to get rid of it. It drains oxygen from the water and causes mortality of aquatic organisms. കുളവാഴ വളരെ ഫാസ്റ്റായി വളരുന്ന അക്വാട്ടിക് വീഡാണ്. ഇതിൻ്റെ അമിത വളർച്ച വെള്ളത്തിലുള്ള ഓക്സിജൻ കുറയുന്നതിന് കാരണമാകുന്നു. അതുവഴി വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഓക്സിജൻ കിട്ടാതെ വരികയും അവ ചത്തുപോവുകയും ചെയ്യും. വാട്ട് ആർ ഹെർമോഫ്രോഡൈറ്റ്സ്?
Give 2 examples for hermaphrodite animals. Hermaphrodites are those bisexual organisms which possess both male and female reproductive organs. Examples: earthworm and roundworm. In asexual reproduction, offsprings are produced by a single parent, with or without the involvement of gamete formation. Name the asexual reproductive structures in A and B given below. A. Hydra. B. Penicillium. Answer: A. Bud. B. Conidiophore with conidia. Zoospores are common asexual reproductive structures in plants and animals with relatively simple organizations. Name 2 other asexual reproductive structures seen in the group. Answer: buds and gemmules. You are asked to plant ginger in your home. Which part of ginger will you plant? Name the type of reproduction. ഇഞ്ചിയുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനായിട്ടുള്ള റൈസോം ആണ് ഇവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓൾ ഓർഗാനിസംസ് are gametogenesis and gamete transfer. What are the post-fertilization events? Post-fertilization events are formation of zygote and embryogenesis. ചാപ്റ്റർ 1-ലെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. എല്ലാവരും നന്നായി തയ്യാറായി നന്നായി പരീക്ഷ എഴുതുക. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് രാജു സയൻസ് വേൾഡ് ഫോർ മോർ വീഡിയോസ്.